അഹ്ലു ബൈത്തിൽപ്പെട്ട യമനിന്റെ തുരീമിൽ നിന്ന് ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി കേരളക്കരയിൽ വന്നെത്തിയ ഔലിയാക്കളിൽ ഉന്നത നേതാവായ ഖുതുബുസ്സമാൻ സയ്യിദ് അലവിൽ മൻഫുറമി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ്. ഒരുപാട് പോരാട്ട കഥകളുണ്ട് അവിടുത്തെ ജീവിതങ്ങൾ പറഞ്ഞു തീർക്കാൻ. അവിടുത്തെ ജീവിതത്തിൽ സഹിച്ച ത്യാഗങ്ങൾ വലുതാണ്. അവിടുത്തെ ജീവിതത്തില് വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തെ രുചിച്ചറിയുമെന്ന് വിശുദ്ധമായ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എന്റെ മുന്നിലിരിക്കുന്ന ഓരോ സത്യവിശ്വാസികളും മരിക്കേണ്ടവരാണ്. ഒരു മാവുണ്ടെങ്കില് ആ മാവില് പച്ചമാങ്ങയും കൊഴിഞ്ഞു വീഴാറുണ്ട്. നല്ല പച്ച മാങ്ങ കൊഴിഞ്ഞു വീഴുമ്പോ അതിന് ചേർന്ന് നല്ല പാകമായ പഴുത്ത മാങ്ങയും ചിലപ്പോൾ കൊഴിഞ്ഞു വീഴാതെ നിൽക്കുന്നുണ്ട്. കണ്ണിമാങ്ങ കൊഴിഞ്ഞു വീഴാറുണ്ട്. ഇതേപോലെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏത് സമയത്തും മരണപ്പെടാം. എന്നാൽ മമ്പുറം തങ്ങളെന്ന മഹാരാജാവ് മരണപ്പെട്ടത് ബ്രിട്ടീഷ് കാബാലികന്മാരുടെ അക്രമത്തിൽ നിന്ന്. മഹാനവറുകൾക്ക് ഏറ്റ മുറിവാണ് മരണത്തിന് കാരണമായത്. യമനിന്റെ തുരീമിൽ നിന്ന് ധാരാളം സാദാത്തുക്കൾ ദീനിന്റെ പ്രബോധനത്തിന് വേണ്ടി ഇന്ത്യ മഹാരാജ്യത്ത് വന്നിട്ടുണ്ട്. ഈ മഹാനായ മമ്പുറം തങ്ങളും അതേപോലെ മഹാനായ ഖുതുബുസ്സമാൻ സയ്യിദ് അബ്ദുറഹ്മാൻ ഇദ്റൂസി റളിയല്ലാഹു അൻഹു ധാരാളം സാദാത്തുക്കൾ ഇവിടെ വന്നിട്ടുണ്ട്. മുഅ്മിനീങ്ങളെ, ഇവരൊക്കെ വിജയിക്കാനുള്ള ഒരൊറ്റ കാരണം ഹബീബായ ആദരവായ ലോക നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വല്ലാതെ പ്രണയിച്ചതിന്റെ കാരണമാണ്. ഹബീബായ മുത്തുനബി തങ്ങൾ പറയുകയാണ്, അസ്സലാത്തു നൂറുൻ ഫീ ഖൽബി. ഒരു മനുഷ്യന് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ, ഒരു മനുഷ്യൻ എന്റെ ജീവിതത്തിൽ ഹറാമ് ചെയ്യുന്നവന്, മദ്യം കുടിക്കുന്നവന്, വ്യഭിചരിക്കുന്നവന്, പലിശയ്ക്ക് കൊടുക്കുന്നവന്, ജീവിതത്തിലെ ധാരാളം തെറ്റുകൾ അതേപോലെ പേറി നടക്കുന്ന ഒരു മനുഷ്യന് നന്നാകണമെന്ന് ആഗ്രഹിക്കുന്നു എങ്കിൽ, ആദരവായ ലോക നേതാവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അസ്സലാത്തു നൂറുൻ ഫീ ഖൽബി. സ്വലാത്തുകൾ ചെല്ലുന്നവർ അവന്റെ കൽബുകൾ, ഹൃദയങ്ങൾ സ്ഫുടം ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ. ബറക്കത്ത് ചൊല്ലിക്കുക സ്വലാത്ത് ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. നബി തങ്ങൾ അവിടെ നിന്ന് പറയുകയാണ്, അസ്സലാത്തു നൂറുൻ ഫീ ഖൽബി. മോശമായ ഹൃദയങ്ങളെ, തെറ്റുകൾ ചെയ്ത് പാപങ്ങൾ പേറി നടക്കുന്ന മനുഷ്യനെ സ്വലാത്തുകൾ കൊണ്ട് നന്നാക്കാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബി തങ്ങൾ പറയുകയാണ്. അതേപോലെ മരിച്ച് അവൻ ഖബറിൽ ചെന്ന് കഴിയുമ്പോ അവന്റെ ഖബറിലേക്ക് ആരാ വരാനുള്ളത്? ഭാര്യയില്ല, മക്കളില്ല, കുടുംബങ്ങളില്ല, കൂട്ടുകാരില്ല, ജീവിതത്തിലെ ഫ്രണ്ട്സുകളില്ല, ആരാരും സഹായിക്കാനില്ലാത്ത ഖബറാകുന്ന മണ്ണറയിലേക്ക് വരാനുള്ളത്. മുത്തുനബി തങ്ങൾ പറയുകയാണ്, അസ്സലാത്തു നൂറുൻ ഫീ ഖബരി. നീ ചൊല്ലിയ സ്വലാത്തുകൾ, നിന്റെ ജീവിതത്തിൽ നീ ചൊല്ലിക്കൂട്ടിയ സ്വലാത്തുകൾ നിന്റെ ഖബറിൽ പ്രകാശമായി എത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നബി തങ്ങൾ പറയുകയാണ്, മരിച്ചു കഴിഞ്ഞ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും വരാനുണ്ട്. ഇപ്പോൾ ഫുട്ബോൾ നടക്കുന്ന കാലമാണ്. അമേരിക്കയിലാണ് നടക്കുന്നത്. ഫുട്ബോളിന്റെ ടൈമുകളിൽ അതേപോലെ അതിന്റെ സ്റ്റേഡിയത്തിലേക്ക് ലക്ഷക്കണക്കിന് ആളുകൾ ഇങ്ങനെ കയറും. കളിയങ്ങ് തുടങ്ങി കുറച്ചു കഴിയുമ്പോ അതിന്റെ ഡോറുകൾ അങ്ങ് ഓപ്പണാക്കിയിടും. ഇഷ്ടമുള്ളവൻ ഇറങ്ങിപ്പോകാം. എന്നാൽ പ്രിയമുള്ള മുത്തുമിനീങ്ങളെ, ഇഷ്ടമുള്ളവനകത്തേക്ക് കയറാമെന്ന സംവിധാനത്തിൽ അല്ലാഹ് അതേപോലെ ആക്കുകയാണ്. എന്നാൽ നാളെ പടച്ച റബ്ബിന്റെ മഹ്ശറ വൻസഭയിൽ ഒരുമിച്ച് കൂടുമ്പോ പ്രിയമുള്ള മുത്തുമിനീങ്ങളെ, എല്ലാവരെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ ജീവിതത്തിലെ പ്രസവം മുതൽ അവന്റെ ജീവിതത്തിലെ മരണത്തിന്റെ സമയം വരെ വൃത്തിയായി ഹിസാബെടുക്കുമെന്ന്, ചോദ്യം ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.
ആ സമയത്ത് സിറാത്ത് പാലത്തിൽ ഞാനും നിങ്ങളും വന്ന് നിൽക്കുന്ന ഒരു സമയമുണ്ട്. ആ സമയത്ത് മുത്തനബി തങ്ങൾ പറയുകയാണ്, സ്വലാത്ത് ചെല്ലുന്ന മനുഷ്യന് അസ്വലാത്തു നൂറും ഫിസ്സിറാത്ത്, ജീവിതത്തിൽ ചെയ്ത സ്വലാത്തുകൾ, ചൊല്ലിക്കൂട്ടിയ സ്വലാത്തുകൾ അവന്റെ സിറാത്തിൽ പാലത്ത് സംരക്ഷണമായി എത്തുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറഞ്ഞതല്ലേ, ഇന്നല്ലാഹ വ മലായികതഹു യസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മഹാന്മാരായ മഹത്തുക്കൾ മുഴുവനും, ഇമാമീങ്ങളും അതേപോലെ മുഫസ്സിരീങ്ങളും, മമ്പുറത്തെ തങ്ങളുപ്പാപ്പ, അതേപോലെ മഹാന്മാരായ ഔലിയാക്കളൊക്കെ വിജയിച്ചത്, അവരേറ്റവും പ്രിയം വെച്ചത് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ. നമുക്കില്ലാതെ പോയത് അതാണ്. മുത്തുനബി തങ്ങളോടുള്ള മഹബ്ബത്തില്ല. നമ്മെ പ്രസവിച്ച ഉമ്മയേക്കാൾ, വാപ്പയേക്കാൾ, മക്കളേക്കാൾ, എല്ലാത്തിനേക്കാളും മുത്തുനബി തങ്ങളോടുള്ള മഹബ്ബത്ത് നമ്മുടെ ജീവിതത്തിൽ നാം പ്രകടിപ്പിക്കാറുണ്ട് മുഅ്മിനീങ്ങളെ. ആ മഹബ്ബത്ത് പൂർണ്ണമാകുമ്പോഴാണ് നമ്മുടെ ഈമാൻ പൂർണ്ണമാകുന്നത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹാന്മാരായ മഹത്തുക്കളെ സ്മരിച്ചതിന്റെ ബറക്കത്ത് കൊണ്ട് മഹാന്മാരായ മമ്പുറത്ത് ഉപ്പാപ്പ റളിയല്ലാഹു അൻഹു അവിടത്തെ കാവലും പൊരുത്തവും അല്ലാഹു നൽകി. അവിടത്തെ വഴിയിലായി ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്കുള്ള വലിയ മഹബ്ബത്തിന് കാരണമായി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.